ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മന്ത് ഓഫ് മധു എന്ന ഒരു മൂവിനെ കുറിച്ചിട്ടാണ്. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ഒരു ബാറിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന മധുശേഖർ എന്ന് പറയുന്ന നായകനെ കാണിക്കുന്നു. കുറച്ചിടം കഴിഞ്ഞ് അതേ ബാറിലേക്ക് നായകന്റെ ആളിനെത്തുവാണ്. അങ്ങനെ അവിടെ എത്തിയ അയാൾ നായകനെ കണ്ടിട്ട് നായകന്റെ അടുത്തേക്ക് എന്ന് എന്തൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ ആ ചോദ്യവും പറയലല്ല, അവസാനം വഴക്കിലേക്ക് എത്തുന്നു. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ആവുകയാണ് അവിടെ വെച്ച്. അങ്ങനെ ബാറിൽ പ്രശ്നം ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത സീനിൽ ആ ഒരു കാര്യം കൊണ്ട് സ്റ്റേഷനിൽ കിടക്കുന്ന നായകനെ കാണിക്കുവാണ്. ഇപ്പൊ ഈ പ്രശ്നത്തിന്റെ പേരിൽ പോലീസുകാർ പിടിച്ചോണ്ട് വന്ന നായകനെയും അതുപോലെ നായകന്റെ ആളിയനില്ലേ അയാളെ ഇറക്കാൻ വേണ്ടി ഈ മൂവിയിലെ നായിക വരുന്നു. നായകന്റെ ഭാര്യയാണ് നായിക. അതുപോലെ നായകനുമായിട്ട് അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയത് നായികന്റെ ബ്രദറും. നായികയും നായകനും ഒരുപാട് നാൾ പ്രണയിച്ച് അങ്ങനെ കല്യാണം കഴിച്ചവരാണ്. അതിനുശേഷം കുറെ നാൾ അവർ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. പ്രസന്റ്ലി നമ്മുടെ നായകനും നായികയും എന്തോ പിണക്കത്തിൽ പിരിഞ്ഞു താമസിക്കുവാണ്. അതിന്റെയൊക്കെ വിഷമം കൊണ്ടാണ് നമ്മുടെ നായകൻ ഇപ്പൊ ഒരു മദ്യപാനിയായിരിക്കുന്നത്. തൊട്ടുമുമ്പത്തെ സീനിൽ ബാറിൽ വെച്ച് നായകൻ അവന്റെ അളിയനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനും കാരണം ഈ ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ സീനോടെ കട്ടാക്കി ഇവര് പ്രണയിച്ചിരുന്ന സമയത്തെ ചില സീക്വൻസ് എല്ലാം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാട്ടിത്തരുന്നു. ദേവി എന്നായിരുന്നു നായികന്റെ പേര്. നായിക കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവൾ നായകനുമായിട്ട് പ്രണയത്തിലായിരുന്നു. ആ സമയത്ത് അവരുടെ റിലേഷൻ കൊണ്ട് അവൾ പ്രഗ്നന്റ് ആവുകയാണ്. സോ ഇത് വീട്ടുകാരറിഞ്ഞ ആകെ പ്രശ്നമാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇതാരും അറിയാതെ ഇല്ലാതാക്കാന്ന് നായകൻ നായികനോട് പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം അവളെയും കൂട്ടിക്കൊണ്ട് സിറ്റിയിലുള്ള ഒരു ആശുപത്രിയിലേക്ക് പോയി അവിടെ വെച്ച് പ്രഗ്നൻസി അബോർട്ട് ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം വളരെ രഹസ്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ നായകൻ ആ സമയത്തെല്ലാം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എന്നും കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് ഇപ്പൊ പ്രസന്റിലേക്ക് വരുന്നു. ഇപ്പൊ മധുമിത എന്ന് പറയുന്ന ഒരു പെണ്ണ് അമേരിക്കയിൽ നിന്ന് അവളുടെ ഫാമിലിയോടൊപ്പം അവരുടെ ഏതൊരു റിലേറ്റീവ്സിന്റെ കല്യാണത്തിന് വേണ്ടി അങ്ങനെ ഇപ്പൊ നാട്ടിലേക്ക് എത്തുന്നു. മധുമിത അമേരിക്കയിൽ പഠിച്ചു വളർന്ന ഒരു പെണ്ണാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര വെസ്റ്റേൺ കൾച്ചറിലാണ് അവൾ ജീവിച്ചു വരുന്നത്. എന്നാൽ അവളുടെ അമ്മ ഇത്രയും നാളും ഇന്ത്യൻ കൾച്ചറിൽ ജീവിച്ചു വന്ന ഒരാളായതുകൊണ്ട് അവളുടെ അമേരിക്കൻ കൾച്ചറിനോട് അമ്മ ഒട്ടും സെറ്റല്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സിങ് ശരിയല്ല, ഭക്ഷണ രീതി ശരിയല്ല, പെരുമാറ്റം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഏത് സമയം അവളുടെ അമ്മ അവളെ വഴക്ക് പറയും. എന്നാൽ അവളുടെ അച്ഛനാണെങ്കിൽ അതിൽ നിന്നെല്ലാം ടോട്ടലി ഡിഫറെന്റ് ആണ്. മകളെ അയാൾ നല്ല സപ്പോർട്ടാണ്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനില് അവരിവിടേക്ക് എത്താൻ കാരണമായ ആ മാരേജ് ഫംഗ്ഷൻ നടക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയത്ത് ആ പാർട്ടിയില് മധുമിതയാണെങ്കിൽ അവിടുത്തെ ചെറുപ്പക്കാരുടെ കൂടെ കമ്പനിയൊക്കെ കൂടി അവരോടൊപ്പം മദ്യപിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുകയാണ്. അവളൊരു വെസ്റ്റേൺ കൾച്ചറിലുള്ള പെണ്ണാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. സോ ഇത് അവിടെയുള്ള പലർക്കും ഇഷ്ടാവുന്നില്ല. അങ്ങനെ മധുമിതയോട് അവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവരൊക്കെ എന്താ ഇങ്ങനെയെന്നുള്ള രീതിയിൽ മധുമിത ഈ സമയത്ത് ഒരു ബിയർ എടുത്തുകൊണ്ട് ഈ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബീച്ചിന്റെ സൈഡിലായിരുന്നു. സോ ഇപ്പൊ അവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറുവാണ്. ഈ സമയമാണ് അവൾ അവിടെ നമ്മുടെ നായകനെ കാണുന്നത്. നായകൻ ഇപ്പൊ ഇവിടെ ഈ ബീച്ച് സൈഡില് ഒരു കുപ്പിയെല്ലാം വാങ്ങി അവിടെ ഇരുന്ന് നൈസ് അത് പൊട്ടിച്ചടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇത് കാണുന്ന മധുമിത നായകനടുത്ത് പോയിട്ട് അവനെ പരിചയപ്പെടുവാണ്. അതല്ല, നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര സാഡ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് മധുമിത ചോദിക്കുന്ന സമയം തന്റെ ഭാര്യയായിട്ട് താനിപ്പോ പിരിഞ്ഞു താമസിക്കുകയാണ്. അവരുടെ ഒരു പ്രണയവിവാഹമായിരുന്നു. എന്നാൽ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും കല്യാണത്തിന് ശേഷം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പരസ്പരം പിരിഞ്ഞു താമസിക്കുന്നതെന്നുള്ള കാര്യങ്ങളല്ല ഇപ്പൊ അവളോട് അവൻ ഷെയർ ചെയ്യുന്നു. അങ്ങനെ നായകൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന മധുമിത ഈ സമയത്ത് അവനെ സമാധാനിപ്പിക്കുകയാണ്. നായകന്റെ ഭാര്യ നായകനെ വിട്ടുപോയോണ്ട് ആ ഒരു കാര്യം ആലോചിച്ച് അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് നായകൻ ഒരുപാട് സാഡ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ നായിക അങ്ങനെയല്ലായിരുന്നു. അവളുടെ ജീവിതത്തിൽ നിന്ന് നായകൻ പോയതിനു ശേഷമാണ് അവൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഫ്രീ ആവുന്നത്, ശരിക്കും ഒന്ന് റിലാക്സ്ഡ് ആവുന്നത്. കാരണം ഇത്ര നാൾ അവളുടെ ജീവിതത്തിൽ നായകനുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. സോ ഇപ്പൊ നായകൻ വിട്ടുപോയി അവൾ എല്ലാത്തിൽ നിന്നും ഒന്ന് ഫ്രീ ആയി. സോ എന്തിനു വേണ്ടിയായിരിക്കും പ്രണയിച്ച് വിവാഹം കഴിച്ച അല്ലെങ്കിൽ ഇത്ര നാൾ ഒരുമിച്ച് താമസിച്ച ഇവര് പെട്ടെന്ന് അങ്ങനെ പിരിഞ്ഞെന്ന് ഈ സമയത്ത് നമുക്കൊരു ചിന്ത വരും. സോ അതിനെപ്പറ്റി പിന്നീട് പറഞ്ഞുതരാം. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിൽ മധുമിതനെ കാണിക്കുന്നു. ഇന്ന് ആ മാരേജിന്റെ ഹൽദി ഫംഗ്ഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഫംഗ്ഷന് വന്ന കല്യാണ ചെക്കന്റെ ഫ്രണ്ട്സിനോടൊപ്പം മധുമിത വെള്ളം അടിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ കല്യാണ പെണ്ണ് ഈ പെണ്ണാണ് മധുമിതന്റെ റിലേറ്റീവ്. വകയിൽ ഇവള് മധുമിതന്റെ ഒരു ചേച്ചിയാണ്. അങ്ങനെ ഇപ്പൊ മാരേജ് ഗിഫ്റ്റ് ആയിട്ട് മധുമിത അവൾക്ക് ഒരു വൈബ്രേറ്റർ കൊടുക്കുന്നു. അങ്ങനെ അത് കാണുന്ന സമയത്ത് അവളുടെ ചേച്ചിക്ക് അവളോട് ഭയങ്കര ദേഷ്യം തോന്നുവാണ്. അങ്ങനെ ആ പെണ്ണൊന്നും മടിക്കുന്നില്ല, നേരെ മധുമിതന്റെ അമ്മയോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഓൾറെഡി മധുമിതന്റെ കൾച്ചർ കൊണ്ട് അവളുടെ അമ്മ അവളോട് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. സോ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം കൂടി കിട്ടുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അമ്മ അതിന്റെ പേരിൽ അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. അതുപോലെ നാളെ മാരേജ് നടക്കുമ്പോൾ ഇതുപോലത്തെ കോലം കടലൊന്നും വേണ്ട, മര്യാദയ്ക്കാണെങ്കിൽ വന്നാൽ മതി. അതും ആൾക്കാർ കണ്ടാൽ മോശം പറയാത്ത രീതിയിലുള്ള നല്ലൊരു ഡ്രസ്സ് എല്ലാം ധരിച്ച് ഇങ്ങനെല്ലാം പറഞ്ഞ് മധുവിനെ ഒന്ന് വരട്ടി അമ്മ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അടുത്ത ദിവസം ആ മാരേജിന് അമ്മ പറഞ്ഞ അടങ്ങി ഒതുങ്ങി വളരെ നീറ്റായ ഒരു വസ്ത്രം എല്ലാം ധരിച്ച് അവൾ അങ്ങനെ അതിൽ പങ്കെടുക്കുവാണ്. അങ്ങനെ മാരേജും കാര്യങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ വന്ന റിലേറ്റീവ്സ് ഓരോരുത്തരായിട്ട് അങ്ങനെ അവിടെ വിട്ടു പോകുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ മധുവിന്റെ ഫാമിലി അവിടെ നിന്ന് തിരികെ പോവാണ് അമേരിക്കയിലേക്ക്. മധു ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്. ഒരു 2-3 ആഴ്ചത്തേക്ക് അവൾക്ക് ലീവ് ഉണ്ട്. സോ എനിക്ക് ഇവിടെ നിന്ന് മതിയായിട്ടില്ല. എന്നാലും എനിക്ക് 2-3 ആഴ്ച ലീവ് ഉണ്ടല്ലോ. സോ ഞാൻ ആ സമയം കൂടി ഇവിടെ നിന്ന് ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് തിരികെ വന്നാൽ പോയെന്ന് ഈ സമയത്ത് ഫാമിലിയോട് അവൾ ചോദിക്കുന്നു. അമ്മ ഇതിന് സമ്മതിക്കുന്നില്ലെങ്കിലും അച്ഛൻ ഈ സമയത്ത് അവളുടെ ആഗ്രഹത്തിനോട് ഓക്കെ പറയുന്നു. അങ്ങനെ ബന്ധുക്കാരുടെ വീട്ടിൽ അവളെ നിർത്തിയിട്ട് അവളുടെ ഫാമിലി അമേരിക്കയിലേക്ക് തിരികെ പോകുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുന്നു. പട്ടാപ്പകലും നമ്മുടെ നായകനൊരു കുപ്പിയെല്ലാം വാങ്ങി അതെല്ലാം കുടിച്ച് റോട്ടിൽ കൂടി അങ്ങനെ നടക്കുവാണ്. ഇതേസമയം നാട്ടിലുള്ള നമ്മുടെ മധുവിതയാണെങ്കിൽ കുറച്ച് യോഗയൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു യോഗ ക്ലാസ്സിനെല്ലാം പോയി ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അതിന്റെ ക്ലാസ്സിന് വേണ്ടി അവള് പോകുന്ന സമയം വഴി കൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ച് നടക്കുന്ന നായകനെ കാണുവാണ്. അന്ന് ബീച്ചിന്റെ സൈഡിൽ വെച്ച് ഇവർ തമ്മിൽ പരിചയപ്പെട്ടായിരുന്നല്ലോ. സോ ആ ഒരു പരിചയത്തിന്റെ പുറത്ത് ഇപ്പൊ അവൾ അവനോട് പോയി സംസാരിക്കുന്നു. എന്നിട്ട് അവൾ കുറച്ചാളും കൂടി ഇവിടെ ഉണ്ടാവും, അത് ഇനി അമേരിക്കയിലേക്ക് പോകുള്ളൂ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. സോ പിന്നെ കാണാമെന്നും പറഞ്ഞ് അങ്ങനെ അവളോടൊന്ന് പോവുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ
അവൾ ജോയിൻ ചെയ്ത യോഗ ക്ലാസ് കാണിക്കുവാണ്. ഈ ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രേഖ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്. അങ്ങനെ ഇപ്പൊ ആ ടീച്ചറുമായിട്ട് നമ്മുടെ മധുമിത നല്ല ജെല്ലാവുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ ആ യോഗ ക്ലാസ്സിൽ വെച്ച് ഡേവിഡ് എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് മധുമിത നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിൽ ദേവി വർക്ക് ചെയ്യുന്ന സ്ഥലം കാണിക്കുവാണ്. ഭർത്താവുമായിട്ട് പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ അവളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവളെ സെറ്റാക്കാൻ വേണ്ടി അവളെ പുറകെ നടക്കുവാണ്. എന്നാൽ നമ്മുടെ നായികയ്ക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അയാളെ ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിൽ വീണ്ടും പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്തെയും അതുപോലെ കല്യാണം കഴിഞ്ഞ സമയത്തെയും നായകന്റെയും നായികന്റെയും ചില വിഷ്വൽസ് എല്ലാം കാട്ടിത്തരുവാണ്. ആ സമയത്തിൽ അവർ എത്രത്തോളം ഹാപ്പി ആയിരുന്നു, എങ്ങനെയായിരുന്നു ആ സമയത്ത് അവരുടെ ജീവിതം എല്ലാം കാട്ടിത്തരാൻ വേണ്ടി കുറെ റൊമാൻറ്റിക് സീക്വൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില രംഗങ്ങളാണ് ഈ സമയത്ത് കാണിക്കുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് ഇപ്പൊ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. പ്രസന്റിൽ വേർപിരിയാൻ വേണ്ടി നായിക കോടതിയിലെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഇന്ന് കോടതിയിൽ അതിന്റെ ഹിയറിംഗ് ആണ്. അങ്ങനെ ഇപ്പൊ വക്കീലിന്റെ പ്രസൻസിൽ നായകനും നായിക അവിടേക്ക് എത്തുന്നു. നമ്മുടെ നായകനും നായികനെ പിരിയാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അവൻ ആ കാര്യം കോടതിയിൽ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. എന്നാൽ നായിക നിർബന്ധം പിടിക്കുവാണ്, എനിക്കിനി ഇവന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല, സോ ഡിവോഴ്സ് വേണമെന്ന്. അതിനിപ്പോ കോടതിയിൽ വന്ന് നമ്മുടെ നായകന്റെ കൈ നായിക നോട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ കല്യാണത്തിന്റെ സമയത്ത് നായിക അവന്റെ കയ്യിൽ ഒരു മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ അവന്റെ കയ്യിലില്ല. സോ കോടതിയിലെ ഇന്നത്തെ ഹിയറിംഗ് എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയം നായിക ആ കാര്യം വക്കീലിനോട് പറയുന്നു. എന്നിട്ട് ആ മോതിരവും വിറ്റവൻ വെള്ളം അടിച്ചു വന്ന് വക്കീൽ അവനോടും ചോദിക്കണമെന്ന് നായിക പറയുന്നു. ഇത് കേൾക്കുന്ന വക്കീലാണെങ്കിൽ അങ്ങനെ നേരെ നായകനെടുത്തിരുന്ന് നായകനോട് ആ മോതിരത്തിനെ പറ്റി ചോദിക്കുന്നു. അതല്ല ഞാൻ കുറെ നാൾ മുമ്പ് പണയം വെച്ചു എന്ന് നായകൻ ഇപ്പൊ വളരെ കൂളായിട്ട് വക്കീലിനോട് പറയുവാണ്. ഇത് കേൾക്കുന്ന വക്കീലിന് നായകനോട് ഒരുപാട് ദേഷ്യപ്പെടുവാണ്. നിന്റെ ഈ സ്വഭാവം കാരണം നിന്റെ ഭാര്യ നിന്നെ വിട്ടുപോയി. അവളെ പറ്റി ഓർക്കാനായിട്ട് ആകെ നിന്റെ കയ്യിലുണ്ടായിരുന്നത് ആ മോതിരം മാത്രമല്ലേ. ഇപ്പൊ കുടിച്ച് കൂത്താടാൻ വേണ്ടി നീ അതും പണയം വെച്ചിരിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ എങ്ങനെ അവൾ നിന്റെ കൂടെ വന്ന് താമസിക്കും? നീ അവളെ വേണമെന്ന് കോടതി പറഞ്ഞ അവൾ എങ്ങനെ അത് അംഗീകരിച്ച് നിന്റെ കൂടെ വരും? ഇങ്ങനെയെല്ലാം പറഞ്ഞ് നായകൻ ഒരുപാട് വഴക്ക് പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കേൾക്കുന്ന നായകനാണെങ്കിൽ ഒരുപാട് പശ്ചാത്താപം തോന്നുന്നു. അങ്ങനെ അതുകൊണ്ട് നേരെ അവിടെ നിന്ന് ഒരു കുപ്പിയും വാങ്ങി നായകൻ ഇപ്പോൾ സ്ഥലത്ത് വന്നിരുന്ന് ആ വിഷമം മാറ്റാൻ വേണ്ടി മദ്യപിക്കുകയാണ്. ഈ സമയം അവിടെ കൂടി പോകുന്ന മധുമിതയാണെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ട് നായകന്റെ അടുത്ത് വന്നിരുന്ന് കുറെ നേരം സംസാരിക്കുന്നു. ഇപ്പൊ നായകന്റെ പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് അറിയാവുന്ന അവള് നായകനെ കുറെ അഡ്വൈസ് എല്ലാം കൊടുക്കുന്നു. അതല്ല നിങ്ങൾ ഈ ശീലമെല്ലാം മാറ്റിക്കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൂടെ വന്ന് ചേരുമെന്നൊക്കെ ഈ സമയത്ത് അവള് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിൽ വീണ്ടും നായികനെ കാണിക്കുന്നു. മൂവിയുടെ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഡിവോഴ്സിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നായികനെ വളയ്ക്കാൻ വേണ്ടി അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുവെന്ന്. അയാൾ ഇപ്പോഴും നായകനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൊട്ടുന്നതായിട്ട് കാണിക്കുവാണ്. എന്നാൽ അവൾക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവളൊന്നും മൈൻഡ് ആക്കുന്ന കൂടിയില്ല. ഇതേ സമയം തന്നെ നമ്മുടെ നായിക പണ്ട് നായകനുമായിട്ട് പ്രണയിച്ചുകൊണ്ടിരുന്ന സമയം അവനുമായിട്ടുള്ള ബന്ധം വീട്ടുകാർ അംഗീകരിക്കാഞ്ഞിട്ടും അവരോടെല്ലാം വാശി പിടിച്ച് മുമ്പിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മറികടന്ന് അവനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കുന്ന ആ ഒരു സമയം നായിക അവളുടെ ബ്രദറിനെ കണ്ടുകൂട്ടുന്നു. ഈ സമയത്ത് ബ്രദർ അവളോട് പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ വീട്ടുകാരെല്ലാരും അവനുമായിട്ടുള്ള നിന്റെ ബന്ധം വേണ്ടാന്ന് പറഞ്ഞതല്ലേ, അവൊന്നും കേൾക്കാതെ ഞങ്ങളോട് വാശി പിടിച്ച് നീ അവന്റെ കൂടെ പോയതല്ലേ, അത് വലിയ മണ്ടത്തരായി പോയിന്ന് ഇപ്പൊ നിനക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇങ്ങനെയെല്ലാം ചേട്ടൻ ചോദിക്കുവാണ്. ഇത് കേൾക്കുന്ന നായിക ഒരുപാട് നിരാശയോടുകൂടി അതേന്ന് തലയാടുന്നു. അല്ല ശരിക്കും നീയോ അവനും ഇപ്പം ശരിക്കും എന്തിനാ പിരിയുന്നേ, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് ഈ സമയത്ത് നായികനോട് ബ്രദർ ചോദിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് ഈ സമയത്ത് നായിക ബ്രദറിനോട് പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിൽ ഡേവിഡ് എന്ന് പറയുന്ന ആ പയ്യനെയും നമ്മുടെ മധുമിതേനെ കാണിക്കുവാണ്. യോഗ ക്ലാസ്സിൽ വെച്ച് പരിചയപ്പെട്ട അവര് ഇപ്പൊ നല്ല തിക് ഫ്രണ്ട്സ് ആണ്. അത് മാത്രമല്ല ഏകദേശം അവര് പ്രണയിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. അടുത്ത സീനിൽ വീണ്ടും നായകനുമായിട്ട് ഇപ്പൊ പിരിഞ്ഞു കഴിയുന്ന നായികനെ കാണിക്കുവാണ്. നായകൻ കൂടെ ഉണ്ടായിരുന്ന സമയത്തല്ല അവൾക്ക് ഓരോരോ തലവേദനകളായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അത് മാത്രമല്ല നായകൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിലെ മുക്കാഭാഗവും നായകൻ ദൂർത്തടിക്കുമായിരുന്നു. ഇപ്പൊ നായകൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയെല്ലാം നായികയ്ക്ക് ഒറ്റയ്ക്ക് ചെലവഴിക്കാലോ. സോ നായിക സിനിമ കാണാൻ പോകുന്നു, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നു, അതിൽ ഇഷ്ടമുള്ളിടത്തൊക്കെ യാത്ര ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ അവളെ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് കിട്ടാത്ത സന്തോഷങ്ങളെല്ലാം അങ്ങനെ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ മധുമിതേനെ അവളുടെ യോഗ ടീച്ചറെയും കാണിക്കുന്നു. അവര് പരിചയപ്പെട്ട അന്ന് മുതൽ നല്ല ജെല്ലായി എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഒരു ബീച്ചിന്റെ സൈഡിൽ കിടന്നുകൊണ്ട് രേഖ അവരെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മധുമിതേനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖ എന്ന് പറയുന്ന ഈ ടീച്ചറിന്റെ ഭർത്താവ് മരിച്ചുപോയി. അതിനുശേഷം അവര് ഭയങ്കര സ്ട്രെസ്സിലാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് ഒന്നും കറക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ ഇപ്പൊ അവൾക്ക് കഴിയുന്നില്ല. അങ്ങനെ ഇപ്പൊ രേഖ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ട മധുമിത, ശരി എന്തായാലും നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ മരിച്ചുപോയി, അയാൾ ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു? ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സെക്ഷൽ ലൈഫിനെ പറ്റിയാണ്. ഇത് കേൾക്കുന്ന രേഖ അതൊക്കെ വളരെ നന്നായിരുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മധുമിത പറയുവാണ്, അപ്പൊ അതാ കാരണം അയാൾ ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ആ ലൈഫ് ഒന്നും അയാളുടെ മരണത്തിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡ് എല്ലാം ഇങ്ങനെ സ്ട്രെസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഒന്നിനൊരു വൈബ് കിട്ടാതിരിക്കുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിസിക്കൽ നീഡ്സ് എല്ലാം തീർക്കുവാണെങ്കിൽ നിങ്ങളുടെ ഈ സ്ട്രെസ്സും സ്ട്രെയിൻ എല്ലാം മാറും. ഞാൻ പറഞ്ഞ ഈ കാര്യം കേട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതിനുവേണ്ടി പുറത്തൊരു വ്യക്തിനെ അന്വേഷിച്ച് പോവാൻ വേണ്ട. ഇന്നപോലെ എനിക്കറിയുന്ന ഒരു വ്യക്തിയുണ്ട്, ഏകദേശം മേഡത്തിന്റെ അത്ര ഏജ് വരും അയാൾക്ക്. അയാളിപ്പോ അയാളുടെ ഭാര്യയുമായിട്ട് പിരിഞ്ഞു താമസിക്കുകയാണ്. സോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ അവസ്ഥയിലാണ്. അയാളെ ഞാൻ മേഡത്തിന് പരിചയപ്പെടുത്തി തരാം. സോ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ വന്ന് നിങ്ങളുടെ നീഡ്സ് ഒക്കെ തീർക്കാൻ നോക്ക്. സോ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവള് പറഞ്ഞു വരുന്നത് നായകനെ പറ്റിയാണ്. എന്തായാലും മധുമിത ഈ കാര്യം പറയുന്ന സമയത്ത് രേഖയാണെങ്കിൽ ആകെ എന്തോ പോലെ ആവുന്നു. നീ പറയുന്ന കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല എന്ന് അവള് പറയുകയാണ്. മേഡം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാം, പക്ഷെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫ്
ലൈഫിന്റെ ഭാഗമാണ്. സോ അതൊക്കെയായി മൂവ് ഓൺ ചെയ്ത് പോയാൽ മാത്രമേ നമ്മുടെ ഒരു ലൈഫാണെന്ന് പറയാൻ കഴിയുള്ളൂ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മുടെ നായിക അവളെ കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനില് മധുമിത നമ്മുടെ നായകനെ കാണുവാണ്. എന്നിട്ട് തൊട്ടുമുഖത്തെ സീനില് രേഖനെ അവൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത പോലെ നായകനോട് ഈ കാര്യം പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി അവള് നായകനെയും കൂട്ടിക്കൊണ്ട് രേഖന്റെ വീട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ അവരെ മുട്ടിച്ചു കൊടുത്ത് സ്വർഗത്തിലെ കട്ടൂർമാവണ്ടെന്ന് വിചാരിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. അവൾ നേരെ പോകുന്നത് ഉള്ളിൽ അവളെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഡേവിഡിന്റെ അടുത്തേക്കായിരുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിൽ രേഖനെയും നായകനെയും കാണിക്കുന്നു. ഇപ്പൊ ഒരു പരസ്പരം സംസാരിച്ച് അങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം രേഖയാണെങ്കിൽ അവളുടെ ഭർത്താവിനെ പറ്റി വാതോരാതെ നായകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന നായകന് ഭർത്താവിനെ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ ഭർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് അവളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. എന്തായാലും അവളിപ്പോ സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട നമ്മുടെ നായകൻ പെട്ടെന്ന് അവന്റെ ഭാര്യനെ പറ്റി ആലോചിക്കുന്നു. അതായത് നായകനെ പറ്റി ആലോചിക്കുന്നു. പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം നായകൻ നല്ലൊരു കാമുകനായിരുന്നു. എന്നാൽ കല്യാണത്തിന് ശേഷം ഒരു നല്ല ഹസ്ബൻഡ് ആവാൻ അവന് കഴിഞ്ഞിട്ടില്ല. ഏതു സമയം നായകനോട് വഴക്കും പ്രശ്നങ്ങളും. സോ ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് നായിക അവനുമായിട്ട് പിരിഞ്ഞത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം ആലോചിച്ച് നായകൻ ഒരുപാട് ഫീൽ ആവുന്നു. അങ്ങനെ ഇപ്പൊ രേഖയോട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും മധുവിത പറഞ്ഞ പോലെ ഒരു റിലേഷൻ നിങ്ങളുമായിട്ട് ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണുള്ളൂ, അതെന്റെ ഭാര്യ ദേവിയാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ കാണാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാന്നും പറഞ്ഞ് അവളോട് യാത്ര പറഞ്ഞ് നായകൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതേസമയം ഡേവിഡിനെ പോയി കണ്ട് അവനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മധുമിതനെ കാണിക്കുവാണ്. അങ്ങനെ ഈ സമയത്ത് ഒരു ഘട്ടത്തില് അവർ തമ്മിൽ റൊമാൻസ് ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മധുമിത അവളുടെ ഉള്ളിൽ അവനോടുള്ള ആ ഇഷ്ടമെല്ലാം തുറന്നു പറയുവാണ്. ഈ സമയത്ത് അവൻ അതിനെ മറക്കുന്നു. ഞാൻ നീയായിട്ട് അടുത്തതും ഇങ്ങനെല്ലാം ചെയ്തതും ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ നമ്മൾ തമ്മിൽ ഒരിക്കലും ലൈഫ് ലോങ് ഒന്നും സെറ്റ് ആവില്ല. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് മധുമിതയ്ക്കാണെങ്കിൽ ആകെ വിഷമം തോന്നുന്നു. അങ്ങനെ ഒരുപാട് ഫീലായി. എന്നാൽ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് അവന്റെ അടുത്ത് അവൾ പോവുകയും ചെയ്യുവാണ്. ഈ സമയത്ത് അവൾക്കാണെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയെല്ലാം ആലോചിച്ച് ഒരുപാട് ഫീൽ ആവുന്നുണ്ട്. അവളുടെ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും അവളുടെ അച്ഛനോട് തുറന്നു പറയും. അങ്ങനെ ഇതും അച്ഛനോട് തുറന്നു പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ഇപ്പൊ അച്ഛനെ കോൾ ചെയ്യുന്നു. എന്നാൽ കോൾ എടുക്കുന്നത് അവളുടെ അമ്മയാണ്. അമ്മയായിട്ട് അവൾ എല്ലാ ദിവസവും പ്രശ്നമാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. സോ ഇപ്പൊ പറയണോ വേണ്ടോ എന്ന് അവൾ ആലോചിക്കുന്നു. എന്നിട്ട് പറഞ്ഞേക്കാന്ന് വിചാരിച്ചുകൊണ്ട് അവളെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന അവളുടെ അമ്മ അവളെ വഴക്ക് പറയുന്നതാണ് അവൾ വിചാരിച്ചത്. എന്നാൽ ഇപ്പൊ അവളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ അമ്മ സംസാരിക്കുവാണ്. അതുപോലെ ലൈഫിൽ അവൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറെ അഡ്വൈസുകളെല്ലാം ഇപ്പൊ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുവാണ്. നായകൻ ഇപ്പൊ കുറച്ച് മദ്യപിക്കാൻ വേണ്ടി ഒരു ബാറിലേക്ക് വരുന്നു. അങ്ങനെ അവിടെ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് നായകന്റെ ബ്രദർ എത്തുവാണ്. അങ്ങനെ ബാറിലേക്ക് എത്തിയ അയാള് ഈ സമയം അവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന നായകനെ കണ്ട് അവന്റെ അടുത്തേക്ക് എത്തി എന്റെ പെങ്ങളെയും വിളിച്ചിറക്കിക്കൊണ്ട് പോയ നീ ഇപ്പൊ അവളുടെ ജീവിതം നശിപ്പിച്ച് ഇവിടെ വന്നിരുന്ന് മദ്യപിക്കുവാണല്ലാടാന്ന് ചോദിച്ചുകൊണ്ട് നായകനുമായിട്ട് ഇപ്പൊ അയാളെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആ പ്രശ്നം അവസാനം വഴക്കിൽ വന്ന് നിൽക്കുവാണ്. അങ്ങനെ അടിപിടിയായി ബഹളമായി മൊത്തം പ്രശ്നമാവുകയാണ്. അങ്ങനെ ഈ സീക്വൻസ് ആയിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും പോലീസുകാരെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ആ കാര്യങ്ങൾ അറിഞ്ഞ് അവിടേക്ക് നായിക എത്തി അവരെ രണ്ടുപേരെയും സ്റ്റേഷനിൽ നിന്ന് ഇറക്കുകയും ചെയ്യുന്നു. നായകനുമായിട്ട് ഇപ്പൊ പിരിയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുവാണെങ്കിലും ഒരു കേസിൽ പെട്ട് നായകൻ ജയിലിൽ കിടക്കുന്നൊന്നും കാണാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നായകനെ ഇപ്പൊ അവള് പുറത്തിറക്കുന്നത്. ഈ സമയത്താണ് പ്രണയിച്ച് വീട്ടുകാരുടെ എതിർപ്പോടെ കല്യാണം കഴിച്ച അവരുടെ ഇടയിൽ ഇങ്ങനെ പിരിയാനും മാത്രം എന്ത് പ്രശ്നം ഉണ്ടായെന്നുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം പറയാൻ തുടങ്ങുന്നത്. പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവര് വളരെ ജോളിയായിട്ടുള്ള ലവേഴ്സ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ കല്യാണത്തിന് ശേഷം അവളോടുള്ള നായകന്റെ സമീപനമെല്ലാം ടോട്ടലി ചേഞ്ച് ആവുകയാണ്. പൊതുവെ ഒരു ചൂടനായ നമ്മുടെ നായകൻ കല്യാണത്തിന് ശേഷം അവൾ എന്ത് പറഞ്ഞാലും അവളോട് ദേഷ്യപ്പെടും. ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് അവളെ തല്ലും. അങ്ങനെ ഒരുമിച്ച് ജീവിച്ച ഇത്രയും നാളും ഈ പ്രശ്നങ്ങളെല്ലാം സഹിച്ച് നായിക അയാളുടെ കൂടെ ജീവിച്ചു വരുമായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അത് പറ്റില്ലാന്ന് തോന്നിയാണ് അവൾ അയാളെ പിരിഞ്ഞിറങ്ങിയത്. എന്തായാലും ഇപ്പൊ കാര്യങ്ങളെല്ലാം റിയലൈസ് ചെയ്ത നമ്മുടെ നായകന് ഒരുപാട് പശ്ചാത്തലം തോന്നുന്നു. അങ്ങനെ സ്വയം തിരുത്തണമെന്ന് വിചാരിച്ച് കല്യാണത്തിന്റെ സമയത്ത് അവൾ അയാളുടെ കയ്യിലിട്ട് കൊടുത്ത ആ മോതിരമില്ലേ, കുടിക്കാൻ വേണ്ടി അയാൾ അത് പണയം വെച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ പണിയെടുത്ത് കുറച്ച് പൈസയെല്ലാം ഉണ്ടാക്കി നായകനാണെങ്കിൽ ആ കടയിൽ പോയി ആ പണം എല്ലാം തിരികെ എടുക്കുവാണ്. എന്നിട്ട് അത് കൊണ്ടുപോയി നായകന്റെ കൈ കൊടുക്കുന്നു. അതുപോലെ ഇത്രയും നാളും നായകന്റെ ഡിവോഴ്സ് പേപ്പറിൽ നായകൻ സൈൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ എന്തായാലും നായകൻ അതിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇനിയുള്ള നിന്റെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് ഞാൻ വേണ്ട, എവിടെയാണെങ്കിലും നീ ഹാപ്പി ആയിട്ട് ജീവിക്കണം, ഇനി ഞാനെന്ന ഭാരം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അങ്ങനെ ആ സൈൻ ചെയ്ത ഡിവോഴ്സ് പേപ്പർ അവൾക്ക് കൊടുത്ത് നായകൻ അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു എൻഡിങ് കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഈ മൂവി അവസാനിപ്പിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ മൂവി കണ്ട നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ മൂവീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.